നമസ്കാരം. കാസർഗോഡ് ജില്ലയിലെ ടൂറിസം രംഗത്ത് പുത്തൻ ആശയവുമായി കാസർഗോഡ് കുറ്റിക്കോൽ പഞ്ചായത്തിലെ തലപ്പാറയിൽ വിമാന മോഡൽ റെസ്റ്റോറന്റ് ഒരുങ്ങുന്നു. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഞങ്ങള് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫ്ലൈറ്റ് മോഡൽ റെസ്റ്റോറൻ്റ് ആണ് ആദ്യമായിട്ട്. അതിനാണ് ആവശ്യകത കൊടുക്കുന്നത്. ഒരു 40ഓളം ആൾക്ക് ഇരുന്ന് AC ഹാളിലിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട ഒരു ഫെസിലിറ്റിയാണ് ഫ്ലൈറ്റിൽ ചെയ്യുന്നത്. പിന്നെ ഒരു 100 പേർക്ക് ഒരു മീറ്റിംഗ് ഹാളിലുള്ള സംവിധാനം അതിലുണ്ട്. അത് ഒരു ഫ്ലൈറ്റ് എങ്ങനെ ലാൻഡ് ചെയ്ത് ഇരിക്കുന്നോ അതേ രീതിയിൽ ഫർണിഷ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഡിസൈനിങ്ങും സ്ട്രക്ചറും ഒക്കെ അതുപോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറെ വെച്ച് ഞങ്ങൾ ഡിസൈൻ ചെയ്തു. അതുപോലെ ഞങ്ങൾക്ക് ആർക്കിടെക്റ്റ് ഉണ്ട്. നന്നായിട്ട് ഇതുപോലത്തെ പല വർക്കുകൾ ചെയ്ത് വിദേശത്ത് ജോലിയിലുണ്ടായിരുന്ന ഒരു ഖാദർ എന്ന് പറഞ്ഞ അയാളുടെ ഇൻഡസ്ട്രിയിലാണ് അധിക സാധനവും കൊണ്ടുപോയി അതിനെ ബെൻഡ് ചെയ്തും കട്ട് ചെയ്തും ഒക്കെ ഇവിടെ എത്തിച്ച് ചെയ്യുന്നത്. പുള്ളി നല്ല എക്സ്പീരിയൻസ് സർവേഴ്സണാണ്. അയാളുടെ കീഴിൽ ഡൽഹിക്കാർ 2-3 ഹിന്ദിക്കാർ ആൾക്കാരുണ്ട്. അവരെ വെച്ച് പുള്ളി അതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടികളുടെ ഒരു പാർക്ക്, അത് ഒരു മിനിമം ഫെസിലിറ്റിയിലൊരു ചിൽഡ്രൻസ് പാർക്ക്, പിന്നെ അതിനോടനുബന്ധിച്ച് സ്വിമ്മിംഗ് പൂള്, ഹോം സ്റ്റേ, ഒരു ഓപ്പൺ ഓഡിറ്റോറിയം അറ്റാച്ച് ചെയ്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇത്രയാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ കുട കാര്യങ്ങൾ അങ്ങനെ സിമെന്റ് ചെയ്യാൻ ഗാർഡന് എല്ലാം കൂടെ ക്ലബ് ചെയ്തൊരു സാമാന്യ തൃപ്തികരമായ രീതിയിലൊരു പരിപാടി ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം കാസർഗോഡ് ജില്ലയിൽ ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റ് മോഡൽ ഒരു റെസ്റ്റോറൻ്റ് ഇല്ല. കാസർഗോഡ് എന്നല്ല, കേരളത്തിൽ തന്നെ ഇല്ല. കേരളത്തിൽ ഇവിടെ ഇപ്പോൾ ഉള്ളത് പറയാൻ ബെന്നാർഘട്ട റോഡിൽ ബാംഗ്ലൂരാണ് ഒരെണ്ണമുള്ളത്. ഇതേ രീതി എന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ അത്ര ഷോ അല്ല. അതിന് തൊട്ടും മുട്ടി ബിൽഡിങ്സ് ഒക്കെ വന്നതുകൊണ്ട് അതിൻ്റെ ആ ഷോ അങ്ങ് നഷ്ടപ്പെട്ടു. ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഹിൽ ടോപ്പിലായതുകൊണ്ട് കുറച്ചും കൂടെ ഷോ ഉണ്ട്. പിന്നെ വരുന്നവരൊക്കെ നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് നല്ല ശുഭപ്രതീക്ഷയോടെയാണ് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങള് ആദ്യം പ്ലാൻ ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങളുടെ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ അടുത്തുള്ള പുരുഷു, നിങ്ങൾ അറിയുമായിരിക്കും, ജയിക്കിന്റെ TV വർക്ക് ചെയ്ത ആളാണ്. ആ പുള്ളിയാണ് നമുക്ക് ഇങ്ങനെ ഒരു ആശയം തരുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു ബസ്സുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറയാം. അപ്പൊ അതൊക്കെ പിന്നെ ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പൊ പുള്ളി പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫ്ലൈറ്റിന്റെ ഐഡിയ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ നല്ലതാണല്ലോ എന്ന് ആലോചിച്ചു. പിന്നെ ഞങ്ങള് പഴയ ഫ്ലൈറ്റിനെ പറ്റി അന്വേഷിച്ചപ്പോൾ പഴയ ഫ്ലൈറ്റ് വാങ്ങി അത് മോഡിഫൈ ചെയ്ത് ചെയ്യാൻ. അപ്പോൾ നോക്കുമ്പോൾ ഏകദേശം 50 ലക്ഷം രൂപ അതിൻ്റെ റേറ്റ് വരുന്നുണ്ട്. ഇതാകുമ്പോൾ കുറച്ചും കൂടെ എക്സ്പെൻസ് കുറഞ്ഞ് ചെയ്യാമല്ലോ എന്നുള്ള ഒരു ഐഡിയയിലാണ് ഇങ്ങനെ നമുക്ക് തന്നെ ഇവിടെ രൂപകൽപ്പന ചെയ്യാൻ ഐഡിയ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഓരോ ആശയങ്ങൾ അതിനോട് ക്ലബ് ചെയ്ത് വന്നു. എന്തായാലും ഇങ്ങനെ ഒരു പാർക്ക് സംവിധാനം ചെയ്യുമ്പോൾ കുട്ടികളുടെ ഒരു പാർക്ക് അത്യാവശ്യമാണ്. റെസ്റ്റോറൻറ്റിനോടനുബന്ധിച്ച് ഒന്നാമത്തെ കാസർഗോഡ് ജില്ലയിൽ സ്വസ്ഥമായിട്ട് മനുഷ്യന് ഇരുന്ന് നല്ലൊരു ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യം കാസർഗോഡ് ജില്ലയിൽ എവിടെയും തന്നെ ഇല്ല, എൻ്റെ അറിവിലില്ല. ഞാനിപ്പോൾ പല മേഖലയിൽ യാത്ര ചെയ്യുന്നതും സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്കറിയാം, ഞാനിപ്പോൾ ഒരു 3-4 വർഷമായി ഇതുപോലൊരു പ്ലേസ് തപ്പി നടക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ കരിച്ചേരി പുഴയുടെ തീരത്ത് 1-2 സ്ഥലങ്ങൾ നോക്കി, പിന്നെ കുടുംബൂര് പുഴയുടെ സൈഡിൽ നോക്കി, റാണിപുരം ഭാഗത്ത് നോക്കി. പക്ഷേ റാണിപുരത്തേക്ക് ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ പോകണം. പിന്നെ തണുപ്പാണെങ്കിൽ ഭയങ്കര അത്യപാരമായ തണുപ്പ്, കോടമഞ്ഞും ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റില്ല. നല്ല മഞ്ഞ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ പുഴുവിൻ്റെ തെറ്റും. ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്കിപ്പം 1 മാസത്തെ ഒരു വെയിലിൻ്റെ ഒരു ചൂട് പ്രശ്നമുണ്ട്. പക്ഷെ ഒരു ചെറിയൊരു മരത്തിൻ്റെ തണലല്ലേ ഞങ്ങളിപ്പോൾ ഉള്ളത്. അത് അവിടെ നിന്നാൽ പോലും നമ്മൾ വേർക്കുന്നില്ല. അതതിൻ്റെ പ്രത്യേകത. നല്ല കാറ്റുണ്ട്. പിന്നെ ഫുൾ റൗണ്ട് വ്യൂ പോയിന്റാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ പടുപ്പ് റാണിപുരം വരെ ഉള്ള ഏരിയ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. അടൂര് ഭാഗത്തേക്ക് കാണാം. പിന്നെ മണിക്കൂറിൽ ഒരു 20 വണ്ടികൾ കർണാടക ഭാഗത്തേക്ക് ഇതിലെ കാറ് ഒക്കെ ഉണ്ട്. ബസ് സർവീസ് റൂട്ടാണ്. പിന്നെ കാസർഗോഡ് നിന്ന് ഇവിടത്തേക്ക് 35 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ സൈഡിലേക്ക്. അടൂര് ഭാഗത്തേക്ക് അത്രേ ഡിസ്റ്റൻസ് ഉള്ളൂ. കർണാടകയായിട്ട് നിയറസ്റ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു പ്ലേസ് ആണ്, സക്സസ് ആവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ക്വാർട്ടേഴ്സ് നമ്മൾ അഗസ്ത്യമായ രീതിയിൽ 2 ഫാമിലിക്ക് സ്റ്റേ ചെയ്യാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏറുമാടമാക്കുന്നുണ്ട്, ചെറിയ ഹട്ടുകൾ ചെയ്യുന്നുണ്ട്. അതും ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്.
നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ റബ്ബർ മുറിച്ചതിന് ശേഷമാണ് ഇങ്ങനെ നല്ലൊരു വ്യൂ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ആരെയും കൊതിപ്പിക്കുന്ന നല്ലൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാനുള്ളത്. ഈ വാർത്ത ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.